അങ്ങനെ നോക്കിട്ട് എടുക്കേണ്ടി വരും. ചേച്ചി മാത്രം മതിയോ? സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്ത ആൾക്കാരെ നമുക്ക് കാണിച്ചു തരാം. അയ്യോ കട്ട് ചെയ്യുമ്പോ എന്താ പാട്? അതൊന്നും പാടേണ്ട ആവശ്യമില്ല, കൈ വെട്ടേണ്ട ആവശ്യമില്ല. ആദ്യം കൊടുക്കട്ടെ, നമുക്ക് ആദ്യം ചേച്ചിക്ക് അച്ഛനെ എങ്ങനെയോട് കൊടുക്കാലോ. മതി. അറിയും ചെയ്യില്ല, വാണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യം. ആ ഒന്നുകൂടി ഉണ്ട്. പഠിച്ച് പാസ്സായതിന് മേക്കപ്പ് സാധനം ഗിഫ്റ്റ് ചെയ്യണം. ആൽപ്പ ചേച്ചി ചെയ്യാം കേട്ടോ. അത് വിലക്കരുത്. ഓ അത് ശരി. ബൗണ്ടി അത് കണ്ടപ്പോഴേ എന്റെ ഒരു സാധനം ഉണ്ട്. ഞങ്ങൾ സ്നിക്കേഴ്സ് ഫ്രണ്ട്സ് ആണ് ഗൈസ്. താങ്ക് യു താങ്ക് യു. ഇതെന്ത് കുരിയത്? ഈ എൻ്റെ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹരികൃഷ്ണൻ. ഹരി എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ ചേച്ചി ഗിഫ്റ്റ് തന്നല്ലേ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്, കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് എഴുതിയത്. അപ്പം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചു. എല്ലാവരും ഇങ്ങനെ തിന്നണം കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും റിയാക്ഷൻ, ലൈവ് റിയാക്ഷൻ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ എൻ്റെ മാതാശ്രീ ഉണ്ട്. ആൾ ക്യാമറ ഷൈ ആയിട്ടിരിക്കുകയാണ്. ഡ്രസ് നന്നല്ലാന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യം ഇവരാണ് പൊളിക്കാറ്. അപ്പൊ ഇന്ന് എനിക്ക് പൊളിക്കണം. എല്ലാ പ്രാവശ്യം ഇവരാണ് പൊളിക്കുന്നത്. ഇവരാണ് പൊളിക്കരുത്. എനിക്ക് 10 വയസ്സായോ. സ്വർണ്ണ കളർ പേപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുടുങ്ങിയില്ലേ, പിന്നെ തിന്നാറില്ലേ. ഇത് കണ്ടാൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. നീ കഴിച്ചോ? അത് മുഴുവൻ തീർന്നു. അയ്യേ പുളി അല്ലേ അല്ലേ? ഞാൻ ഇന്നലെയും കൂടെ പുളിയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം. ഞാൻ എന്റെ ടേസ്റ്റ് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? നഞ്ഞി കിട്ടാൻ ഒരു വഴിക്ക് എന്താ ഒരു കിറ്റ്കാറ്റിന്റെ ചോക്ലേറ്റ് ടേസ്റ്റ് ആണ് പുറത്തെ കോട്ടിങ്ങില്. അതല്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല. കുഴപ്പമില്ല, എന്നാലും വലിയ ഇതൊന്നുമില്ല. കുറേയൊന്നും കഴിക്കാൻ തോന്നില്ല. ജസ്റ്റ് ടേസ്റ്റ് നോക്കാം. കൊള്ളാം. എനിക്ക് പക്ഷെ കിറ്റ്കാറ്റിന്റെ, എനിക്ക് കിറ്റ്കാറ്റ് പൊതുവെ ഇഷ്ടമാണ്. അപ്പം അതിന്റെ ഒരു കോട്ടിംഗ് ആണ് ഇതിൽ ചോക്ലേറ്റ് തരുന്നത്. സോ അതൊന്നും ഇഷ്ടപ്പെട്ടു. എനിക്ക് കഴിച്ചപ്പോ എന്താ തോന്നി പറയാം. മഞ്ചിന്റെ മുകളില് ചോക്ലേറ്റ് ഇട്ട ടേസ്റ്റ് എനിക്ക് തോന്നി. അതിന് മഞ്ചിന്റെ മുകളിൽ പറയാൻ ഇങ്ങനെയല്ലേ കഴിച്ച്? വലുതൊക്കെ കഴിച്ചാലോ 600 അമ്മോ, അതിന്റെ ആവശ്യമില്ല. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണമൊക്കെ ഇങ്ങനത്തെ ചെറുതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി തന്നെ. എന്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്? ഞാൻ എന്റെ സെലക്ഷൻ ആണ്. എന്റെ സെലക്ഷൻ ഇത് രണ്ടും അല്ല, ഞാനാണ് ആദ്യം സെലക്ട് ചെയ്തത്. അല്ല, ഞാൻ ഈ ബ്രൗൺ വാങ്ങിക്കോ എന്ന് പറഞ്ഞില്ലേ നിന്റെ? ഞാൻ ഈ കടയിൽ നിന്ന് 3-4 എടുത്തോണ്ടാണല്ലോ ഇവര് ബ്രൗൺ വാങ്ങിക്കോ പറഞ്ഞ. അയ്യോ, അപ്പൊ എന്റെ സർപ്രൈസ് ഇവിടെ തീർന്നു. താങ്ക്സ് ടു ദിസ് മാൻ ആൻഡ് താങ്ക്സ് ടു ദാറ്റ് ഗേൾ. അയ്യോ, ഇങ്ങനെ കാണിക്കണം എന്തിനാ? എൻ്റെ ചേച്ചി സൗദിയിലാണ്. ചേച്ചി സത്യമായിട്ടും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ഉണ്ടാവുക.
അപ്പം എൻ്റെ ചേച്ചി ഇപ്പോൾ സൗദിയിലാണ് കറൻ്റ് വർക്ക് ചെയ്യണത്. ഷീ വർക്ക്സ് ആസ് എ നേഴ്സ്. അപ്പം അവളിപ്പോൾ ജൂലൈയിലേ വരുള്ളൂ, കുറേ ടൈമുണ്ട്. ഇപ്പം അവൾക്ക് ഇന്ന് റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ കോള് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും റിസൾട്ടിന് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചത്. കാരണം മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാലോ. അപ്പം ഞാൻ വിചാരിച്ചതാണ് ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അപ്പോൾ ഒടുക്കത്തെ സ്ട്രെസ് ആയിരുന്നു. എൻ്റെ ഹാർട്ട് ബീറ്റ് ഇവിടെ കേൾക്കാറുണ്ട്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര പേടിച്ച് അയ്യോ ഞാൻ ഭയങ്കര ഓവർ തിങ്കറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് മിനിറ്റ് റിസൾട്ട് മാറിയിട്ടൊക്കെ വേറെ ആരെങ്കിലും ലൈസൻസ് നമ്പർ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഞാൻ സത്യമായിട്ടും അങ്ങനെ ചിന്തിച്ചു കൂട്ടിയായിരുന്നു. സോ ഞാൻ വിചാരിച്ചു റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ഇതുണ്ടാവുന്നു. പക്ഷെ റിസൾട്ട് വന്നു, നല്ല സ്കോറാണ്, അത്യാവശ്യം നല്ല സ്കോറിലാണ്. എക്സാം കഴിഞ്ഞപ്പോൾ കരയായിരുന്നു, ഞാൻ തോക്കും പറഞ്ഞു. അപ്പോൾ അനസ് പറഞ്ഞു റിസൾട്ട് വരുമ്പോൾ കാണാൻ. അതേപോലെ കണ്ടു. റിസൾട്ട് വന്നു. അപ്പം ഞാൻ ഈ ചേച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോളിൽ. അപ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് വന്നത്. ഞാൻ വേഗം ഞാൻ ചേച്ചിനെ മൊട്ടച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. ചെറുപ്പത്തിൽ എപ്പോഴും മുട്ട അടിച്ച് നടക്കണം. നമ്മൾ മുട്ടയെ വിളിച്ചിട്ട് നമ്മൾ മൊട്ടച്ചി എന്നാണ് വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കോൾസ് വരണു, അത് വരണു, ഇത് വരണു. എനിക്ക് റിസൾട്ട് നോക്കാൻ കൈയൊക്കെ ഇങ്ങനെ കൈ വരയ്ക്കണം. ഞാൻ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നെ ബാക്ക് അടിച്ചു. അങ്ങനെയൊക്കെ ഇതുവരെ അങ്ങനെ നോക്കാനൊന്നും സ്ട്രെസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ ഫൈനൽ സെമസ്റ്റർ റിസൾട്ടല്ലേ എന്തെങ്കിലും അയ്യോ എന്നൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പർ അടിച്ച് ബാക്ക് അടിച്ചു. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണം ആദ്യമായിട്ടാട്ടോ. പക്ഷേ എന്നിട്ട് ക്ലിക്ക് ചെയ്തു, വന്നു, റിസൾട്ട് വന്നു, എല്ലാത്തിലും പാസ്സായി, നല്ല സ്കോറ് അത്യാവശ്യം കിട്ടി. ഞാൻ എക്സ്പെക്ട് ചെയ്ത സ്കോർ കിട്ടി. ഒരു സബ്ജക്റ്റിലൊക്കെയാണ് അറിയില്ല, നന്നായിട്ട് ഇതുണ്ടായിരുന്നില്ല. കുറേ അബദ്ധങ്ങളൊക്കെ ഇതുവരെ കാണിക്കാത്ത അബദ്ധങ്ങളൊക്കെ ലാസ്റ്റ് സെമ്മിൽ കാണിച്ചിരുന്നു. പിന്നെ എൻ്റെ ആക്സിഡൻ്റ് ഒക്കെ നടന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്, കാല് കുടുങ്ങി കിടക്കുന്ന സമയത്തായിരുന്നു ഈ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ റിസൾട്ട് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. ചേച്ചി ഒടുക്കത്തെ കരച്ചിലായിരുന്നു. എനിക്ക് അവൾക്ക് ഇവിടെ ഉണ്ടാവാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും ചെയ്തു തരാൻ പറ്റുന്നില്ലല്ലോ, ഇപ്പം എൻറോൾമെന്റ് സമയത്ത് അവൾക്ക് വരാൻ പറ്റില്ലല്ലോ, ഭയങ്കര വിഷമത്തിൽ അവൾ അവള് നന്നായി കരഞ്ഞു. ഇല്ല വരില്ല, അവൾ എൻറോൾമെന്റിന് വരാൻ പറ്റില്ല, അവൾ ജൂലൈയിലേ വരുള്ളൂ. അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വിഷമമായി. അപ്പോൾ പക്ഷെ എന്നിട്ട് എല്ലാവരും ഞാൻ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഈ അഡ്വക്കേറ്റ് ആയില്ലേ, അഡ്വക്കേറ്റ് സൂര്യ ശശികുമാർ, അതുപോലെ അഡ്വക്കേറ്റ് ആയി, അതങ്ങനെ അഡ്വക്കേറ്റ്സ് ആയി. അപ്പോൾ എല്ലാവർക്കും അതൊരു വലിയ മൊമെന്റ് ആണ്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ ഇത്രയും ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. കാരണം ശരി എല്ലാ സെമസ്റ്റർ റിസൾട്ട് കഴിയുന്ന പോലെ 10th സെമസ്റ്റർ റിസൾട്ട് കഴിയുക അങ്ങനെ മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇത്രയും ഒരു സന്തോഷം കിട്ടുമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ റിസൾട്ട് നോക്കി. അപ്പം ഇതൊക്കെയാണ് ചേച്ചി വേണ്ട കാര്യം പറഞ്ഞിട്ട് തുടങ്ങി. അപ്പം ചേച്ചിയുടെ രാഗവിഷമത്തിലായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞ് ഏർപ്പാടാക്കിയതാണ് ഈ സർപ്രൈസ്. സോ ഇതിന്റെ ബാക്ക് സ്റ്റോറി ഇവനറിയുള്ളൂ. സോ പറയൂ. മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. എന്തോ അഡ്വക്കേറ്റ് സൂര്യയുടെ അനിയത്തിയാണെന്ന് തോന്നുന്നു. ഐ ആം അഡ്വക്കേറ്റ് സൂര്യ സിസ്റ്റർ സ്പീക്കിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് സൂര്യയുടെ ഫ്രണ്ട് സ്പീക്കിംഗ് എന്നൊക്കെ. എന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം കേക്ക് ഓർഡർ ചെയ്തുകൊണ്ട് പറഞ്ഞു. കേക്ക് ഓർഡർ ചെയ്തിട്ട് പറഞ്ഞപ്പോൾ ഞാനും ഉണ്ടേ സെലിബ്രേഷനിൽ. ഞാൻ പറഞ്ഞു ഞാനുണ്ട്. അങ്ങോട്ട് പറഞ്ഞാണോ? എന്നെ വിളിച്ചല്ല, ഞാൻ വലിഞ്ഞു കയറി വന്നതാണ്. എന്നിട്ട് മൊട്ട മെസ്സേജ് വെച്ചിട്ട് ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ സെറ്റ്. എന്നോട് ഒരു 4:30-5 മണിയാകുമ്പോഴേക്ക് എത്താനും പറഞ്ഞു. ഞാൻ 4:30 തന്നെ എത്തിയത്. ഞാൻ വന്ന ഉടനെ നമ്മളോട് പറഞ്ഞു ഒരുങ്ങിയിരുന്നോ. അത് എന്നെ കണ്ടാൽ തന്നെ എന്നല്ല, ഞാൻ അത്ര അലമ്പായിട്ടാണ് ഇങ്ങോട്ട് വരാറ്. സാധാരണ കുറച്ചും കൂടെ അലമ്പായിട്ടാണ് വരാറ്. ഒരു മുണ്ട കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലിട്ടുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാറ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ ഉണ്ടാവും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് അതിൽ വരേണ്ടി വരും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ വന്ന ഉടനെ നമ്മളോട് പറഞ്ഞു ഒരുങ്ങിക്കോ. അതിന് കുറച്ച് കാര്യം മനസ്സിലായി. അപ്പോൾ താങ്ക് യു ഫോർ ഗിവിംഗ് മീ സർപ്രൈസ്. യു ആർ വെൽക്കം. പ്ലാൻ ചെയ്തത് മൊട്ട, എക്സിക്യൂട്ട് ചെയ്തത് ഹരികൃഷ്ണൻ. ഇറ്റ്സ് ഓൾവേസ് ബീൻ ലൈക്ക് ദസ്. യെസ്. എനിക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്തത്, എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഒക്കെ എക്സിക്യൂട്ട് ചെയ്തത് ഇവനാണ്. ഓക്കെ ബൈ 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 ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സർപ്രൈസ് വ്ളോഗ്. മതി ഇനി ഓവർ കട്ട് ചെയ്ത് കളയാം. അനിയത്തിക്ക് കൊണ്ടുവരാന്ന് വാക്ക് പറഞ്ഞിട്ട് പോയി.